ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ കൊയ്യാക്ക. അപ്പോൾ കൊയ്യാക്ക തന്നെയാണ് എല്ലായിടത്തും പറയണതെന്നൊക്കെ എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ കൊയ്യാക്ക എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നമ്മുടെ മരത്തിൽ നിറയെ ഉണ്ടാവാറുണ്ട്. ഓരോ സീസണിലും നിറയെ, സീസൺ പറയാൻ സീസണായിട്ടല്ല ഇത് കഴിക്കുന്നത്, എല്ലാ ദിവസവും. അതായത് എപ്പോൾ നോക്കിയാലും അതിൽ മുട്ടുണ്ടാവുന്നുണ്ട്. താഴെ ഏറ്റവും താഴെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കായ്ക്കുന്നതാണ്. അപ്പോൾ ഹൃദു ഇതാ പറിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആയോ ആയില്ലേന്നൊന്നും നോക്കിയില്ല, പറിച്ചു. കാരണം വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. വേറൊന്നുമല്ല, ഇപ്രാവശ്യത്തെ കൊയ്യാക്കയിൽ ഒരുപാട് എന്താ പറയുക, പുഴുക്കേട് കൂടുതൽ ഉണ്ടോ. ഹോളായിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവും. അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പകുതിയെ കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി പകുതി കേടായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു. പറിച്ചിട്ട് കൊടുത്തിട്ടടക്കം ഉണ്ടായിരുന്നു കടയിൽ. കാരണം നമ്മുടെ അവിടെ കഴിച്ച് മതിയായിട്ടും എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അത് ഒരുപാട് ഇതാക്കാനും നിന്നില്ല, വേഗം എടുക്കാൻ തുടങ്ങി. കാരണം ഇനി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പകുതിയായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത് ബാക്കി പകുതി, അപ്പോൾ ഹൃതികുട്ടി ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളതാണ്. എപ്പോഴും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഒരുപാട് കിട്ടാറുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരോ പറിച്ച് മതിയായി എന്ന് പറഞ്ഞ പോലെ തോന്നൽ എനിക്ക് തോന്നി. അതോടുകൂടി ഇതാ ഇങ്ങനെയാണ്, ഇപ്രാവശ്യം ഇങ്ങനെയാണ്. ഇനി വരാൻ പോകുന്ന ഇപ്പോൾ കറക്റ്റായിട്ട് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. ഓക്കെ.